ഇസ്രായേലിൽ അടുത്തിടെ നടത്തിയ ഒരു സർവേ രാജ്യത്തെ പൗരന്മാർക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ഒരു ആശങ്ക എടുത്തു കാണിക്കുന്നു. ഇസ്രായേലിന്റെ ചാനൽ 12 പ്രസിദ്ധീകരിച്ച ഈ സർവേ പ്രകാരം ഗാസ യുദ്ധം മൂലമുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ നിഷേധാത്മക പ്രതികരണവും വിമർശനവും കാരണം 56% ഇസ്രായേലി പൗരന്മാർക്കും വിദേശയാത്ര നടത്താൻ ഭയമുള്ളതായി പറയുന്നു. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനും പ്രാദേശിക സംഘർഷങ്ങൾക്കും ഇടയിൽ ആഗോളതലത്തിൽ ഇസ്രായേലിൻ്റെ പ്രതിച്ഛായയിലുണ്ടാകുന്ന സ്വാധീനം ഈ സർവേ പ്രതിഫലിപ്പിക്കുന്നു. ഇസ്രായേലികളുടെ ആശങ്കകളെക്കുറിച്ച് സർവേ എന്താണ് വെളിപ്പെടുത്തിയത്? 56% ഇസ്രായേലികൾ ആശങ്കാകുലരാണ്. ആഗോള വിമർശനം കാരണം വിദേശയാത്ര നടത്താൻ ഭയപ്പെടുന്നുവെന്ന് സർവേയിൽ പങ്കെടുത്ത 56% ആളുകൾ പറയുന്നു. പല രാജ്യങ്ങളിലും ഇസ്രായേലിനെതിരെ വർദ്ധിച്ചു വരുന്ന എതിർപ്പ് അവരുടെ യാത്രാ പദ്ധതികളെ ബാധിച്ചേക്കാമെന്ന് അവർ കരുതുന്നു. 40% പേർക്ക് ഒരാശങ്കയുമില്ല. ആ 40% പേർ പറഞ്ഞത് അവർക്ക് അത്തരമൊരു ആശങ്കയില്ലെന്നും അന്താരാഷ്ട്ര വിമർശനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അവരുടെ യാത്രാ പദ്ധതികളിൽ അതിനെയൊന്നും ആധിപത്യം സ്ഥാപിക്കാനോ ബാധിക്കാനോ അവർ അനുവദിക്കില്ല എന്നുമാണ്. ഇസ്രായേലിന് ബഹിഷ്കരണ ഭയമാണ് ഇസ്രായേലികൾക്കും ഇസ്രായേലിനുമൊക്കെ ഇപ്പോഴുള്ളത്. ഇസ്രായേലിനെതിരെ ചില രാജ്യങ്ങളും സംഘടനകളും ആരംഭിച്ച ബഹിഷ്കരണം, ഉപരോധം എന്നിവയും ഈ ഭയത്തിന് ആക്കം കൂട്ടി. ഇതെല്ലാം തങ്ങളുടെ ആഗോള യാത്രകളെ ബാധിക്കുമെന്ന് ചില ഇസ്രായേലികളും കരുതുന്നു. പ്രത്യേകിച്ച് BDS പ്രസ്ഥാനം പോലുള്ള ചില മൂവ്മെൻറ്റുകൾ. BDS പ്രസ്ഥാനം അഥവാ ബോയ്ക്കോട്ട്, ഡിവെസ്റ്റ്മെൻറ്റ് ആൻഡ് സാങ്ഷൻസ് മൂവ്മെൻറ്റ് ഇസ്രായേലിനെതിരെ ബഹിഷ്കരണങ്ങൾ, ഡിവെസ്റ്റ്മെൻറ്റുകൾ, സാമ്പത്തിക ഉപരോധങ്ങൾ എന്നിവയ്ക്കായി വാദിക്കുന്ന ഒരു ആഗോള പ്രചരണമാണ് ഇത്. 171 പാലസ്തീൻ സന്നദ്ധ സംഘടനകൾ ചേർന്നാണ് ഇതിന് രൂപം കൊടുത്തത്. പാലസ്തീൻ പ്രദേശങ്ങളിലെ അധിനിവേശം അവസാനിപ്പിക്കുക, പാലസ്തീൻ അഭയാർത്ഥികളുടെ അവകാശങ്ങൾ അംഗീകരിക്കുക, ഇസ്രായേലിലെ പാലസ്തീൻ പൗരന്മാർക്ക് തുല്യത ഉറപ്പാക്കുക എന്നിവയിലൂടെ അന്താരാഷ്ട്ര നിയമങ്ങളും പാലസ്തീൻ അവകാശങ്ങളുമൊക്കെ പാലിക്കാൻ ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കുക എന്നതാണ് ഈ മൂവ്മെൻറ്റിൻ്റെ ലക്ഷ്യം. ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധവും ഇസ്രായേലിൻ്റെ സൈനിക നടപടികളും ആഗോളതലത്തിൽ രൂക്ഷമായ പ്രതികരണങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ ഗാസയിൽ അടിയന്തര വെടിനിർത്തലിന് അനുകൂലമായി നിരവധി രാജ്യങ്ങൾ വോട്ട് ചെയ്തു. അതേസമയം ഇന്ത്യ പോലുള്ള ചില രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. അതിനു പുറമെ ഇറാനും സിറിയയ്ക്ക് നേരെയുള്ള ഇസ്രായേലി ആക്രമണങ്ങളെയും പല രാജ്യങ്ങളും അപലപിച്ചിട്ടുണ്ട്. ഈ സംഭവങ്ങൾ ഇസ്രായേലിൻ്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായയെ തന്നെ ബാധിച്ചിട്ടുണ്ട്. ഇത് സാധാരണ ഇസ്രായേലികളുടെ മാനസികാവസ്ഥയെയും ബാധിക്കുന്നു. ഇസ്രായേലികൾക്കിടയിലെ ഭയം എന്താണ്? ആഗോള വിമർശനം കാരണം ചില രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാർക്ക് വിസ നിയമങ്ങൾ കർശനമാകാനോ പ്രവേശനം നിഷേധിക്കാനോ ഇടയാക്കുമെന്ന് ചില ഇസ്രായേലികൾ ഭയപ്പെടുന്നു. മേൽപ്പറഞ്ഞ പോലെ BDS പ്രസ്ഥാനത്തിന് കീഴിലുള്ള ഇസ്രായേലി ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ബഹിഷ്കരിക്കുന്നതിലും ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. ചില ഇസ്രായേലികൾ ഇത് അവരുടെ സമ്പദ് വ്യവസ്ഥയിലും വ്യക്തിസ്വാതന്ത്ര്യത്തിലും ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഭയപ്പെടുന്നു. ഇസ്രായേലി പൗരന്മാർ ഈ നിയന്ത്രണങ്ങളെ ഭയപ്പെടുക മാത്രമല്ല, ആഗോളതലത്തിൽ അവരുടെ വ്യക്തിത്വത്തെയും സ്വീകാര്യതയും കുറിച്ച് ആശങ്കാകുലരാണെന്നും ഈ സർവേകൾ കാണിക്കുന്നു.